ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്ന് ഭാരതത്തിൻ്റെ 80-ാം സ്വാതന്ത്ര്യ ദിനമാണ്. ഒപ്പം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. അമ്മ സ്വർഗത്തിലേക്ക് ദൈവപുത്രനാൽ മാലാഖമാരാൽ കരകയറ്റപ്പെട്ടു എന്നതിൻ്റെ വലിയ സന്തോഷം പ്രത്യാശയായി നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന പുണ്യ ദിവസമാണ്. പരിശുദ്ധ അമ്മ പൂർണ്ണമായും ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് സ്വർഗത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി എങ്കിൽ പരിശുദ്ധ അമ്മയുടെയും സകല സ്വർഗീയ മധ്യസ്ഥരുടെയും പ്രാർത്ഥനാ സഹായം വഴി ദൈവപുത്രൻ തൻ്റെ മാലാഖമാരെ അയച്ച് നമ്മളെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന്, ദൈവത്തോടൊത്ത് നിത്യം വാഴുന്ന ഒരു നിത്യതയുടെ സ്വർഗം നമുക്കും കരഗതമാകാനിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശ നമുക്ക് നൽകുന്ന തിരുനാളാണല്ലോ ഈ പുണ്യപ്പെട്ട അമ്മയുടെ സ്വർഗാരോപണ ദിനം. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കാനായിട്ട് കടന്നു വന്ന യേശുനാഥന് ജീവൻ കൊടുത്ത്, ശരീരം കൊടുത്ത്, ആത്മാവ് കൊടുത്ത്, ബലം കൊടുത്ത് സഹായിച്ച ഒരു അമ്മയെ അനുസ്മരിക്കുമ്പോൾ 80 വർഷക്കാലം സ്വാതന്ത്ര്യത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകാൻ ഭാഗ്യം ലഭിച്ച, അപൂർവം ചില യുദ്ധത്തിൻ്റെയും സാമ്പത്തിക പരാധീനതകളുടെയും ഒരുപക്ഷെ ഇന്ന് നാം അനുഭവിക്കുന്ന ഒരുപിടി പ്രശ്നങ്ങളുടെയും ഒക്കെ മധ്യത്തിലൂടെ നമ്മുടെ ഭാരതം കടന്നു പോകുമ്പോഴും ഭാരതത്തോടൊത്ത് സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാനിലും അതിനുശേഷം സ്വതന്ത്ര രാഷ്ട്രമായി തീർന്ന ബംഗ്ലാദേശിലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പലയിടത്തുമൊക്കെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുമ്പോൾ അഖണ്ഡതയിലും പരസ്പര സ്നേഹത്തിലുമൊക്കെ ജീവിക്കാൻ ഭാരതത്തിലെ മക്കൾക്ക് ഇന്നും സാധിക്കുന്നു എന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിന് മുമ്പിൽ നമ്മുടെ ഈ സ്വതന്ത്ര രാഷ്ട്രത്തെ സമർപ്പിച്ച് ഇന്നോളമുള്ള സ്വാതന്ത്ര്യ ദിന യാത്രയിൽ നമുക്ക് ശക്തിയായി ബലമായി തന്നുന്ന നമ്മുടെ ഭരണകൂടങ്ങളെയും അതിർത്തി കാക്കുന്ന നമ്മുടെ പട്ടാളക്കാരെയും ജീവരക്ഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ആതുര സേവന രംഗമടക്കമുള്ള വിദ്യാലയങ്ങളിൽ സേവനം ചെയ്യുന്ന അധ്യാപകരടക്കമുള്ള അനേകരെ ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ നമുക്ക് അനുസ്മരിക്കുകയും ഭാരതത്തിൻ്റെ മക്കൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ജീവൻ വെടിഞ്ഞ ധീര രക്തസാക്ഷികളെയും സ്വാതന്ത്ര്യദിന പോരാളികളെയും ഒക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കുകയും അവർക്കൊക്കെ നിത്യശാന്തി കൊടുത്ത് നിത്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്ത് ജീവിക്കാൻ അവർക്കിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളോടനുബന്ധിച്ച് കാനായിലെ കല്യാണ വിരുന്നിലെ ചില രംഗങ്ങളാണല്ലോ വായിച്ച് ധ്യാനിക്കുന്നത്. കാനായിലെ കല്യാണ വേളയെക്കുറിച്ച് ഏറ്റവും സുഖകരമായ ഒരു പരാമർശം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സുന്ദരമായ പരാമർശമുണ്ട്. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളുടെ ആരുടെയെങ്കിലും ഭവനത്തിലായിരിക്കാം വിവാഹം നടന്നത് എങ്കിൽ കൂടി അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ആ കുടുംബം കടന്നുപോയ ദുര്യോഗത്തിൻ്റെ നിമിഷത്തിൽ അമ്മ സഹായിയായി അവിടെ എത്തിയപ്പോഴാണ്.
അമ്മയുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ വളരെ സുന്ദരമായ വ്യാഖ്യാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കളുടെ വിവരണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ട ശൈലി നമുക്കറിയാം. കഥയുടെ പരിമിതിക്കുള്ളിൽ ഈ സംഭവത്തെ ഒതുക്കി നിർത്താൻ ആഗ്രഹിച്ചിട്ടൊന്നും ആയിരിക്കില്ല. യോഹന്നാൻ സുവിശേഷകൻ അമ്മ ഈശോയോട് പറഞ്ഞതായിട്ട് പറയുന്നത് രണ്ട് വാക്കുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് വീഞ്ഞില്ല. വിവാഹ അവസരത്തിൽ വീഞ്ഞ് തീർന്നു പോലുണ്ടാകുന്ന ദുര്യോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലവരും ചിന്തിച്ചിട്ടുള്ളതാണ്. അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ പ്രസ്താവന അല്പം സുദീർഘമായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. അമ്മയ്ക്ക് കൂടെ കുടുംബനാഥനെയും ആ വീട്ടിലെ വീട്ടമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും ഒക്കെ വേണമെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കാമായിരുന്നു. അവരുടെ അശ്രദ്ധയെക്കുറിച്ച് പരാമർശിക്കാമായിരുന്നു. കഴിവുകേടിനെക്കുറിച്ച് പറയാമായിരുന്നു. ഉത്തരവാദിത്വമില്ലായ്മയെക്കുറിച്ച് പറയാമായിരുന്നു. പക്ഷെ അമ്മ അവിടെ ചിലവഴിക്കുന്ന സമയം ഈ രണ്ട് വാക്കുകൾ കൊണ്ട് ഒതുക്കുകയാണ്. അവന് ബോധ്യപ്പെടുന്ന ഭാഷയിൽ ഏറ്റവും സിമ്പിളായിട്ട് അമ്മ പറഞ്ഞു തീർത്തു, അവർക്ക് വീഞ്ഞില്ല. ഇത് അമ്മ പറഞ്ഞത് മൈക്കിലൂടെ അനൗൺസ് ചെയ്തിട്ടല്ല. ഈശോ വ്യക്തിപരമായിട്ട് മാറ്റി നിർത്തി മറ്റാരും അറിയാതെ അവൻ്റെ കാതിൽ മന്ത്രിക്കുകയാണ്. നമ്മിലേക്കൊക്കെ തിരിഞ്ഞു നോക്കണം. ഇങ്ങനൊരു ചാൻസ് കിട്ടുന്നത് നമുക്കാണെങ്കിൽ ഏത് രീതിയിൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. എത്രമാത്രം ഒതുക്കി പിടിച്ച് ഇരുചെവി അറിയാതെ ഈ വിഷയം അമ്മ കൈകാര്യം ചെയ്യുകയാണ്. ഒരു കുടുംബത്തിൻ്റെ നൊമ്പരം തിരിച്ചറിയുന്ന, സഹിഷ്ണുതയുള്ള, സഹാനുഭൂതിയുള്ള അമ്മയുടെ ചേതോകരമായ ചിത്രമാണ് നമ്മളിവിടെ കാണുക. ആരും അറിയരുത്. ഇതിൻ്റെ പേരിൽ ആരും ആ കുടുംബത്തെ അപമാനിക്കരുത്. നാട്ടുകാരുടെ മുമ്പിൽ ഈ കുടുംബത്തിലെ ആരും തലകുനിച്ച് നിൽക്കാനിടയാകില്ല. അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ വിവാഹ വിരുന്നിൽ പങ്കെടുത്തവരൊക്കെ അഭിനന്ദനങ്ങൾ പറഞ്ഞ് കടന്നു പോയതുപോലെ അങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അമ്മ ആ കുടുംബത്തിലെ പ്രശ്നത്തിൽ ഇടപെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അമ്മയെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ, ഈ ആരോപണ ദിനത്തിൽ നമുക്ക് അനുസ്മരിക്കാം. അമ്മയെ പോലെ ആയിത്തീരാനുള്ള ഒരു കൊതി നമുക്കുണ്ടാകട്ടെ. ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വിരിയട്ടെ. അമ്മ പറഞ്ഞതുപോലെ നമുക്ക് പ്രവർത്തിക്കാനുള്ള അഭിഷേകമുണ്ടാകട്ടെ. അങ്ങനെ പറയാനുള്ള നന്മ നമ്മുടെ നാവിൽ തമ്പുരാൻ കോറിയിടട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, കുടുംബങ്ങളിലാകാം, അയൽപക്ക ബന്ധങ്ങളിലാകാം, ഇടവകയിലാകാം, നാം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിലാകാം, എൻ്റെ സാന്നിധ്യം കൊണ്ട് എന്ത് നന്മയാണ് മറ്റുള്ളവർക്ക് ലഭിക്കുക എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കൃത്യം. അമേരിക്കയുടെ വിഖ്യാതനായ പ്രസിഡന്റ് കെന്നഡി സൂചിപ്പിച്ചതുപോലെ, എനിക്ക് രാജ്യത്തെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചിന്തിക്കാതെ ഞാൻ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിന് എന്നെക്കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചിന്തിക്കാൻ ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ ഓരോ ഇന്ത്യക്കാരനും തയ്യാറായാൽ അനാവശ്യമായ കലഹങ്ങളും അസ്വസ്ഥതകളും എല്ലാം ഒഴിവാകും. അവരെൻ്റെ കണ്ണീരിന് വില കൊടുക്കാൻ, അവൻ്റെ അഭിമാനത്തിന് വില കൊടുക്കാൻ, അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കാൻ, അവൻ്റെ വ്യക്തിത്വത്തിന് അംഗീകാരം കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ അവിടെ വിരിയുന്നത് അനർഘളമായ ദൈവാനുഗ്രഹമായിരിക്കും. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഇങ്ങനെ പറയാൻ പോരുന്ന ഒരമ്മ
എൻ്റെ ജീവിതത്തിലുണ്ടാകണം, എൻ്റെ കൂട്ടിനുണ്ടാകണം. എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ഇടവകയിലും എൻ്റെ പ്രസ്ഥാനങ്ങളിലുമൊക്കെ അമ്മയുടെ നിതാന്ത ജാഗ്രതയുള്ള ഒരു ഭാവം നിലനിൽക്കണമെങ്കിൽ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കണം. അമ്മയെ കൂടെ ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അമ്മയുടെ ജപമണികൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും. നഷ്ടപ്പെട്ടു പോകാതെ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിൻ്റെ കൃപയിൽ, അഭിഷേകത്തിൽ ചേർന്ന് നിൽക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. രണ്ടാമതായി, അമ്മയെ പോലെ അവരെൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരെ സഹായിക്കാൻ, അവരുടെ നൊമ്പരങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും എടുത്തു മാറ്റാൻ, എന്നാൽ ആകുന്നതെല്ലാം ചെയ്യാനുള്ള നല്ല മനസ്സ് സ്വന്തമാക്കാൻ നമുക്കും ആഗ്രഹിക്കാം. ആരും എന്നെ ഓർത്ത് കരയാതിരിക്കട്ടെ, എൻ്റെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ. ഇന്ന് നമ്മൾ മാതാവിനോടൊപ്പം യോസേപ്പിതാവിനെയും കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പം ഈ ചിന്തയും നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ മൂലം ആരും കരയാൻ, വേദനിക്കാൻ, കണ്ണീര് കുടിക്കാൻ ഇടയാകരുത് എന്നുള്ള ആ സന്തോഷത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ വിരിയട്ടെ. അവരെൻ്റെ കണ്ണീരിന് വില കൊടുക്കുന്നവരും സഹിഷ്ണുതയുള്ളവരുമായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. അമ്മ പറഞ്ഞപ്പോൾ തൻ്റെ സമയമാകും മുമ്പേ അത്ഭുതം പ്രവർത്തിച്ച ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കും. അമ്മയുടെ ശക്തി അതാ, അമ്മയുടെ പ്രാർത്ഥനാ സഹായത്തിൻ്റെ പുണ്യമത, അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ബലമത. അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ ഇടപെടുന്ന ഇടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ ഇടപെടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ ഇടപെടുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ പ്രാർത്ഥന മന്ത്രം ദൈവസന്നിധിയിൽ ഉയർത്താൻ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം. മണവാളച്ചെറുക്കനെ അഭിനന്ദിച്ചുകൊണ്ട് കലവറക്കാരൻ ഉറക്കെ വിളിച്ച് പറഞ്ഞില്ലേ, നീ നല്ല വീഞ്ഞ് ഇത്ര നേരവും സൂക്ഷിച്ചു വെച്ചല്ലോ. ഇങ്ങനെ എൻ്റെ ഒരു ഇടപെടൽ മൂലം, എൻ്റെ ഒരു വാക്കുമൂലം, എൻ്റെ ഒരു പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും പോരുന്ന വിഭവങ്ങൾ പകർന്നു കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാകും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ ഈ പുണ്യദിനത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ സഹായവും പ്രാർത്ഥനയും നമുക്ക് ബലമായി തീരട്ടെ. ഇന്നെല്ലാ മേരി നാമധാരികളുടെയും തിരുനാൾ ദിവസമാണല്ലോ. പരിശുദ്ധ അമ്മയുടെ പേര് വഹിക്കുന്ന എല്ലാ മേരിമാരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. അമ്മയെപ്പോലെ അടുക്കളയിൽ തൻ്റെ ജീവിതം ഹോമിക്കുന്ന എല്ലാ അമ്മമാരെയും ഓർക്കാം. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഇടവകകളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രസ്ഥാനങ്ങളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. അമ്മ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമ്മിലേക്ക് തൻ്റെ അപരിമേയമായ കൃപ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും